ഗുഡ് ഈവനിംഗ് ശ്യാം ദേവരാജ്. വിധിയുടെ പൂർണ്ണരൂപം പരിശോധിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ മാത്രം കുറ്റക്കാരെന്നുള്ള വിധി വന്നിരിക്കുന്നത്? സുജയ പാർവതി, വെരി ഗുഡ് ഈവനിംഗ്. ഇന്ന് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാനമായ വിധി പ്രസ്താവമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്നത്. രാവിലെ 11 മണിക്ക് തന്നെ കോടതി നടപടികൾ ആരംഭിച്ചു. അതിലാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കോടതി കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത്. ആ പ്രതികൾ എന്നത് ഈ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ പങ്കാളിത്തമുള്ള പ്രധാനപ്പെട്ട പ്രതികളാണ്. അവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ഇതിൽ 1-ാം പ്രതി പൾസർ സുനിയാണ്, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി ബി മണികണ്ഠൻ, 4-ാം പ്രതി വിജീഷ് വി, 5-ാം പ്രതി വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ്. ഇവർ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളാണ്. അനുബന്ധ കുറ്റകൃത്യം അനുസരിച്ച് പ്രതി ചേർത്തിരുന്നത് നടൻ ദിലീപിനെയാണ്. ഈ നടൻ ദിലീപിനെ 8-ാം പ്രതിയാക്കിയാണ് അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയിരുന്നത്. ദിലീപ് ഉൾപ്പെടെയുള്ള അവസാന 4 പ്രതികളെയും കേസിന്റെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇവർക്കെതിരെ ചുമത്തിയിരുന്ന ഗൂഢാലോചന കുറ്റം, ക്രിമിനൽ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. മാത്രമല്ല, ഈ കുറ്റങ്ങളെല്ലാം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന നിരീക്ഷണവും കൂടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹനിയം വർഗീസ് നടത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ജയിലിലേക്ക് മാറ്റിയത്. ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ശിക്ഷാവിധിയിൽ വെള്ളിയാഴ്ചയായിരിക്കും, 12-നായിരിക്കും, ഈ മാസം 12-നായിരിക്കും കോടതി വാദം കേൾക്കുക. അതിനുശേഷമായിരിക്കും, ആ ശിക്ഷാവിധിയും കൂടി പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും കോടതിയുടെ സമ്പൂർണ്ണമായ വിധി പ്രസ്താവം നമുക്ക് ലഭിക്കുക, പുറത്തേക്ക് വരിക. ഓക്കെ ശ്യാം, റോഷിപ്പാലിലേക്ക് പോകുന്നു നമ്മൾ. ഗുഡ് ഈവനിങ് റോഷിപ്പാൽ. അതിജീവിതയ്ക്ക് അവളെ ആക്രമിച്ചവർക്കുള്ള അവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള വിധിയാണ് മുന്നിലുള്ളത്. നീതി കിട്ടിയെന്ന് പറയാറായോ? സുജയ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അവർ ഇനിയും തുടരും. ഒന്ന്, ഈ അതിജീവിതയ്ക്ക് ഈ കേസിൽ 10 പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്ന പ്രതീക്ഷയായിരുന്നു. സ്വാഭാവികമായും ആ തരത്തിൽ അന്വേഷണ സംഘത്തിന് പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിക്കുകയും ചെയ്തു. പൊതുയിടത്തിൽ തന്നെ തെളിവുകളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇനി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരേണ്ടി വരും. കാരണം ഗൂഢാലോചന കൃത്യമായി കോടതിയിൽ തെളിഞ്ഞില്ല എന്ന പരാമർശം മാത്രമാണ്. വിധി 12-ാം തീയതിയാണ് അതിൻ്റെ പകർപ്പടക്കം ലഭിക്കുക. അത് ലഭിച്ചു കഴിഞ്ഞാൽ തുടർ നടപടികളിലേക്ക് പ്രോസിക്യൂഷൻ പോകും. സർക്കാർ തന്നെ അതിൽ അപ്പീൽ പോകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ കാര്യം അതിജീവിതയെ സർക്കാർ അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനി പോരാട്ടം ശക്തമായി തന്നെ തുടരും. നേരത്തെ നമുക്ക് ഈ കോടതിയിൽ അവിശ്വാസം രേഖപ്പെടുത്തി അതിജീവിത സുപ്രീം കോടതിയിലടക്കം നൽകിയ പരാതികളുണ്ട്. അതിപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇനിയുള്ള പോരാട്ടം അതിനിർണായകമാകും. അതിജീവിത തുടർ പോരാട്ടത്തിന് പോകുമ്പോൾ കേരള പൊതുസമൂഹം നേരത്തെ നൽകിയ പിന്തുണ സമാനമായി തന്നെ ഉണ്ടാവുകയും ചെയ്യും. നേരത്തെ 6 പ്രതികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ അതിൽ ഒരു പരിധിവരെ അന്വേഷണ സംഘത്തിന് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ, നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ പൂർണ്ണമായും അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ കുറ്റവാളികളെ മുഴുവൻ ശിക്ഷിക്കപ്പെടണം എന്നത് തന്നെയാണ്. അതുകൊണ്ട് 12-ന് വരുന്ന വിധി പകർപ്പ് നിർണായകമാകും. തുടർ നീക്കങ്ങളും പ്രധാനമാണ്. ഓക്കെ റോഷിപാൽ, നമുക്ക് സായ്കുമാറിലേക്ക് കൂടി പോകാം. സായ്കുമാർ, ഗുഡ് ഈവനിങ്. കോടതി വിധി വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കോടതി വിധിയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ ദിലീപിന്റെ ആരോപണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ കേൾക്കുകയല്ലേ? ദിലീപ് ഇത്രയും കാലം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനടക്കം വിലക്കുണ്ടായിരുന്നതിനാൽ പറയാതിരുന്നതിൽ അതിന്റെ ഒരു തുടക്കം ഇന്നിടുന്നതാണ്. ഇന്ന് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയുള്ള കോടതി വിധിക്ക് തൊട്ടു പിന്നാലെ നമ്മൾ കണ്ടത്. ദിലീപ് പ്രധാനമായും ഉയർത്തുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് സായ്? തീർച്ചയായും സുജയ, കഴിഞ്ഞ 8.25 വർഷക്കാലം മിണ്ടാതിരുന്ന ദിലീപ് കോടതി കുറ്റവിമുക്തനാക്കിയതോടെ, വെറുതെ വിട്ടതോടെ ഇറങ്ങി വന്ന ഉടൻ തന്നെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച കൃത്യമായ വാക്കുകളാണ് പറഞ്ഞത്. എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ ദിലീപ് ലക്ഷ്യമിടുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ആരാണ് ദിലീപിന്റെ ഉന്നം എന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന വാക്കുകളാണ് ദിലീപിൽ നിന്ന് ഇന്ന് നമ്മൾ കേട്ടത്. അതായത് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: അന്ന് ഈ സംഭവം ഉണ്ടായതിന് 2 ദിവസത്തിന് ശേഷം മഞ്ജു വാര്യർ പറഞ്ഞ ഇവിടെ ഈ സംഭവത്തിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ഇടത്തു നിന്നാണ് തനിക്കെതിരായ ഗൂഢാലോചന ഈ കേസിൽ ആരംഭിച്ചത് എന്നാണ് ദിലീപ് പറഞ്ഞത്. അതായത് മഞ്ജു വാര്യരാണ് തൻ്റെ ഉന്നം, തന്നെ ഈ കേസിൽ ഇത്ര നാൾ വേട്ടയാടിയത്, ഈ കേസിൽ കുടുക്കിയത് മഞ്ജു വാര്യർ തന്നെയാണ് എന്നാണ് ദിലീപ് പറയാതെ പറയുന്നത്. അതോടൊപ്പം മഞ്ജു വാര്യരുടെ ഈ വാക്കുകൾക്ക് ശേഷം സംസ്ഥാനത്തെ തന്നെ പോലീസിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ എന്ന് തന്നെ വളരെ കൃത്യമായി ദിലീപ് പറയുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥയും അവർക്ക് കീഴിലുള്ള ഒരു ക്രിമിനൽ പോലീസ് സംഘവും, സംസ്ഥാനത്തെ തന്നെ പേരെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിച്ചത് എന്ന് നമുക്കറിയാം. ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ ഒരു ക്രിമിനൽ സംഘമായി ഇന്ന് ദിലീപ് ചിത്രീകരിക്കുകയാണ്. ആ ക്രിമിനൽ സംഘം തൻ്റെ മേൽ ചാർത്തിയ കുറ്റമാണ് തന്നെ വേട്ടയാടിയത്. അതാണ് ഇന്ന് കോടതിയിൽ പൊളിഞ്ഞിരിക്കുന്നത്. സത്യം ജയിച്ചു.
ദൈവത്തിന് സ്തുതി, ഒപ്പം കൂടെ നിന്നവർക്ക് നന്ദി എന്നാണ് ദിലീപ് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ രാമൻ പിള്ളയെ കണ്ടതിന് ശേഷവും ഈ വാക്കുകൾ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ദിലീപ് ആരാധകർ ഈ വാക്കുകൾ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദിലീപ് കൃത്യമായി ദിലീപിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഈ വാക്കുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ഇതിനേക്കാൾ കടുപ്പമേറിയ രീതിയിൽ ദിലീപ് ഇനിയും തുടരും എന്ന് തന്നെ വേണം സുജി. അതോടൊപ്പം മാധ്യമങ്ങളെയും ചില മാധ്യമ പ്രവർത്തകരെയും ഒക്കെ തന്നെ ഇതിൽ കേസിൽപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ഒരു ആരോപണം കൂടി ദിലീപ് ഉന്നയിക്കുന്നുണ്ട്. എന്നാലും മഞ്ജു വാര്യർക്കെതിരെ കൃത്യമായി ആ മഞ്ജു എന്ന് പറഞ്ഞതിന് ശേഷമാണ് തനിക്കെതിരായ ഈ ഗൂഢാലോചന നടന്നത്. ഇവിടെ ക്രിമിനൽ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണ് എന്നാണ് ഇന്ന് ദിലീപ് പറയാൻ ശ്രമിച്ചത്. വ്യക്തമാണ്. സായ്കുമാറും ആർ റോഷിപാലും ശ്യാം ദേവരാജുമാണ് നമുക്കൊപ്പം എത്തിയത്.